ആലപ്പുഴയിൽ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന എലവേറ്റഡ് ബൈപ്പാസ് ഹൈവേയുടെ 4 ഗർഡറുകൾ ഇന്ന് തകർന്നു വീണു. രാവിലെ ബീച്ചിന് സമീപം വിജയ പാർക്കിനോട് ചേർന്നുള്ള 17-18 പില്ലറുകൾക്കിടയിലെ 4 ഗർഡറുകളാണ് തകർന്നു വീണത്. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. ജില്ലാ കലക്ടർ അലക്സ് വർഗീസും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് മാനേജറും സ്ഥലം സന്ദർശിച്ചു. വിദഗ്ധ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പലരും പറയുന്നത് ചില ആളുകൾ തൊട്ടടുത്ത് ഈ ഗഡറുകൾ വീണതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അത് സാധാരണ നിൽക്കാറുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ മാറി നിന്നത് കൊണ്ടാണ് ഇന്ന് ഈ വലിയ അപകടം ഉണ്ടായത്. ഇതൊരു തികഞ്ഞ അനാസ്ഥയാണ്. ഈ അനാസ്ഥ, ഇത് കാരണക്കാരാരാണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് കണ്ടെത്തണം. ഒരിടത്തും ഇത് ആവർത്തിക്കാൻ പാടുന്നതുമല്ല. നമുക്ക് ഈ റിപ്പോർട്ട് കാണാം. പകൽ 10:58 അത്യുഗ്ര ശബ്ദത്തോടെയാണ് 4 ഗർഡറുകൾ നിലം പതിച്ചത്. സംഭവത്തെപ്പറ്റി ദൃക്സാക്ഷി പറയുന്നത് ഇങ്ങനെ: അവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടം വരെ എത്തുള്ളൂ. സാധാരണ നോർമലി ഞാൻ അവിടെയാണ് നിൽക്കാറുള്ളത്. ഫ്രണ്ടിൻ്റെ വീടാണ് അത്. അപ്പോൾ ഞാൻ അവിടെ സാധാരണ നിൽക്കാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. പിന്നെ ഓടുമായിരുന്നു. നടുക്കുന്നു ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് വീണു. പിന്നെ അങ്ങനെ കറങ്ങി എല്ലാം കൂടെ ഒറ്റയടിക്കാൻ വീണു. സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മീതെയാണ് ഗർഡറുകൾ പതിച്ചതെങ്കിലും സംഭവ സമയത്ത് അതിനുള്ളിൽ തൊഴിലാളികളോ സമീപത്ത് മറ്റാളുകളോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. എന്റെ വീട് ഉൾപ്പെടെ കിടന്ന് കുലുങ്ങി. വീട് ഉൾപ്പെടെ ഞാനും ഓർത്ത് വീട് ഉൾപ്പെടെ പോവുകയാണ്. നിർമ്മാണത്തിലെ പിഴവുകളാണ് ഗർഡറുകൾ തകരാൻ ഇടയാക്കിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരും സംഘടിച്ച് സംഭവ സ്ഥലത്ത് പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഇപ്പോൾ തന്നെ കരാറുകാരുടെ ആളുകൾ വന്ന് ആ താഴെ കിടക്കുന്ന ബീം അത് JCB ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോകാൻ മാറ്റി നോക്കാൻ ഉള്ള ശ്രമം നടത്തുക. അപ്പോൾ ഇത് എൻ്റെ ഒരു ശാസ്ത്രീയമായ പഠനത്തിന് പരിശോധനയ്ക്കുള്ള തടസ്സം അവർ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട്. ഓരോന്നിനും 90 ടണ്ണോളം ഭാരം വരുന്ന 4 പടുകൂറ്റൻ ഗർഡറുകളാണ് അത്യുഗ്ര ശബ്ദത്തോടെ നിലം പതിച്ചത്. സംഭവത്തിൽ സമീപത്ത് ഒരു വീടിന് ഭാഗികമായി തകരാറുണ്ടായിട്ടുണ്ട്. 3 ആഴ്ച മുൻപാണ് കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് പില്ലറുകൾക്ക് മീതെ ഗർഡറുകൾ സ്ഥാപിച്ചത്. തകർന്നു കിടക്കുന്ന പില്ലറുകൾക്കടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആരുമില്ല എന്നത് പോലീസും ഫയർഫോഴ്സും സ്ഥിരീകരിച്ചു. ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലം സന്ദർശിച്ചു. എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് EPC മോഡൽ കോൺട്രാക്ട് ആണ്. അപ്പോൾ അത് ഡിസൈൻ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കേണ്ടതാണ്. അപ്പോൾ കമ്പനിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇത്ര വർഷത്തേക്കുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉത്തരവാദിത്തം നമുക്ക് പരിശോധിക്കാം. സാറിന് ഇതിലൊന്നും വരാൻ സാധ്യതയില്ല. ദേശീയപാത അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ സ്ഥലത്തെത്തി വീഴ്ചയുടെ സാഹചര്യങ്ങൾ പരിശോധിച്ചു. വിദഗ്ധ സമിതി പരിശോധിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പ്രോജക്ട് ഡയറക്ടർ. This was erected some 10 days before itself we are erected. Before erecting itself we are doing stressing also. That time also no issues. This is one girder fell down another girder. So that's what is happened. We are having one expert committee already reported to NHA headquarters. They will come and explore the damages and what happened in this one also, and we will be very cautious in future also. ബൈപ്പാസ് നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടക്കുറവും നിർമ്മാണ കമ്പനിയുടെ അലംഭാവവുമാണ് ഗർഡറുകൾ നിലംപതിക്കാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. ഒരുപക്ഷെ ഭാഗ്യം തുണച്ചിലായിരുന്നെങ്കിൽ ഇന്ന് പല വീടുകളിലും കൂട്ട നിലവിളികൾ ഉയർന്നേനെ. ആലപ്പുഴ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ, കാർ പാർക്ക് ചെയ്യാനെത്തുന്നവർ, പ്രഭാത സവാരിക്കെത്തുന്നവർ, അങ്ങനെ ഒരുപാട് മനുഷ്യർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ.